ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫിദൂസ് വ്ലോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമ്പനി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഒരു ഈദ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തക്കബീറിലാണ് പള്ളിയിൽ. ഓക്കെ, അപ്പോൾ എൻ്റെ വക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. എന്തായാലും ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പം ഈ ചെറിയ ചെറിയ പണികളിലൂടെയൊക്കെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ, 6:45. ഇനി ഇവിടെ അടിച്ചുവാരി തുടച്ചിട്ട് കുളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടീസൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലോട്ടേക്ക് പോകാം. വ്ളോഗിലോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മീലഞ്ചി ഉണ്ടോ ഉണങ്ങി. നമുക്ക് എന്തായാലും വ്ളോഗിലോട്ടേക്ക് പോകാം. അപ്പോൾ ഗൈസിന് നമുക്ക് അടിച്ചു വാരി തുടക്കൽ പരിപാടിയിലോട്ടേക്ക് പോകാം. ഇപ്പം അടുക്കളയിൽ ബിരിയാണി എടുക്കുന്ന വമ്പൻ തിരക്കിലാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് കണ്ണോടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് അടിച്ചു വാരൽ തുടക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇനി നമുക്ക് പോയിട്ട് കുളിക്കാം. ഓക്കെ, ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം. ഗൈസ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ പള്ളിക്ക് നിന്ന് പായസം കൊണ്ടുവന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്ക് കുടിച്ചു നോക്കാം. രക്ഷയില്ല, പോലീസാണ്. സേമിയ പായസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. പാലട പായസമാണ്, പക്ഷേ അതേ ടേസ്റ്റ് പായസത്തിന്. കുടിച്ചിട്ട് തരാം ഗൈസ്. അങ്ങനെ പായസമൊക്കെ കുടിക്കലേനും. അപ്പം ഞാൻ മെഹന്തി ഇടണ ചെറിയൊരു ഷോർട്സ് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. പക്ഷേ ഇതല്ല കേട്ടോ എൻ്റെ പുതിയ ഡ്രസ്സ്. ഐ മീൻ പെരുന്നാൾ ഡ്രസ്സ് ഇതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും പറയാൻ പറ്റില്ല. ഒരു 2 പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാവാം. ഓക്കെ, എന്തായാലും ഞാൻ റെഡിയാവാം. അപ്പോൾ ഗൈസ് ഞാൻ ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ ഗൈസ്, എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കലും എല്ലാതും കഴിഞ്ഞപ്പോൾ ഇവിടെ ബിരിയാണി സെറ്റായിട്ടോ.
അപ്പം ബിരിയാണി ദമ്മിട്ടൊക്കെയായിരുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അമ്മ ഹായ് പറയൂ. ഹായ്. ഉമ്മാസ് ഡ്യൂട്ടി. ഈദ് മുബാറക്. നമുക്ക് ഇനി ചൂട് ബിരിയാണി കഴിക്കാം. ബിരിയാണിയിലോട്ടേക്ക് ചിക്കൻ്റെ തൈര്, ബീഫ് ചില്ലി, ഉള്ളി, എന്താ പ്രശ്നം? കഴിച്ചിട്ട് കാണാം. പിന്നെ ഗൈസ് ഞങ്ങൾ അങ്ങനെ കാഞ്ഞിരപ്പുഴ പോയി. കാഞ്ഞിരപ്പുഴ പോണ ആ സ്പോട്ടിൽ ആ ഡാമില്ലേ, ആ പുഴൻ്റെ അവിടെയാണ്. ഇപ്പം എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ കൂടിക്കണം. അപ്പോൾ എന്താ നോക്കാനെടുത്ത് വരാം. അപ്പോൾ അവിടെ കയറി നിന്നപ്പം ഇങ്ങനെ ഡാമത്തെ പുഴയായിരുന്നു. അവിടെ നല്ല സീനറി കിട്ടും. പിന്നെ ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങൾ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഗൈസ് നമ്മൾ ആ കാണുന്ന സ്ഥലത്തോടേക്ക് പോകാൻ. അപ്പോൾ വെള്ളത്തോട് നട്ട സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഇനി അങ്ങോട്ട് കുറേ നടന്നിട്ട് വേണം പോകാൻ. ഗൈസ് നടന്നു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വെള്ളത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. എൻ്റെ കുഞ്ഞു വാച്ച് മസ്റ്റ് വാച്ചാണ് ഈ സ്ഥലം. നിങ്ങൾ കണ്ടു നോക്കട്ടോ. നല്ല കാറ്റൊക്കെ ഉള്ളൊരു പ്രകൃതി വൈബ്. ഗൈസ് പൊളി വൈബ്, അടിപൊളി സീന് കാണാൻ പറ്റുന്നു. ഗൈസ് നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. നോക്ക് വെള്ളത്തോട് കാഞ്ഞിരപ്പുഴ അവിടെ സ്ഥലത്ത് സ്പോട്ട് നടന്നു. എടുത്തേ കാറ്റാണ് കാറ്റ്. അങ്ങോട്ടേക്ക് കടക്കാൻ ഇത്രയൊക്കെ ടാസ്കുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഗൈസ് അടിപൊളി ടോപ്പ് സ്ഥലം ഗൈസ്. നല്ല വൈബുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റ്. അയ്യോ വീണീന്ന്. ഓക്കെ. സൂര്യനും സൺ ടൈമും കാറ്റും പുഴൻ്റെ റിവറിൻ്റെ സീനും മൗണ്ടൻ്റെ സീനും മലയുടെ സീനും, അതേപോലെ മരങ്ങൾക്കിടയിലെ നടത്തവും. ആഹാ അന്തസ്. പിന്നെ അവിടുന്ന് കുറച്ച് ഷോർട്സൊക്കെ അങ്ങനെ എടുത്തു. അപ്പോൾ അതൊക്കെ വഴിയെ വരുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇനി ഞങ്ങൾ വീട്ടിലോടൊക്കെ പോകാണ്. ഫോട്ടോ എടുത്തിട്ടും നടന്നിട്ടൊക്കെ കുഴങ്ങി വെള്ളത്തിൽ താഴ്ച്ചിരിക്കുന്നില്ല. ഞങ്ങൾ കുപ്പിയിൽ വെള്ളം കൊണ്ട് നിൽക്കണം. അപ്പോൾ അതിലുണ്ടോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പോകാം. പിന്നെ എല്ലാ പരിപാടീസും കഴിഞ്ഞിട്ട് വള്ളത്തിന് താഴ്ച കണ്ണ് കാണാൻ വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് ലൈം കുടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ.